കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो। നിങ്ങളെല്ലാവരും ഒരു ദൈവവചനം കേട്ടിട്ടിരിക്കുമെന്ന് എനിക്കറിയാം. आप सभी लोग एक प्रचार को सुनने के बाद बैठे हैं, मैं जानता हूँ। വീണ്ടും ഒരു ദൈവവചനം കൂടെ കേൾക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ? क्या आप लोग एक और प्रचार सुनने की हालत में हैं? ഉണ്ടോ? क्या है? നിങ്ങൾ കുറച്ചുപേരുണ്ടെന്നും കുറച്ചുപേര് എല്ലാവരും പറഞ്ഞതുകൊണ്ടും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുക. कुछ लोगों ने हाथ उठाया, कुछ लोगों ने नहीं उठाया। अब उठाए वाले लोगों के लिए प्रचार करना ही पड़ेगा। നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഭാഗത്തിന്റെ ഒരു ശകലം ഭാഗം കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കും. पिछले हफ्ते हम जिस विषय के ऊपर बात कर रहे थे उस विषय का थोड़ा सा भाग रह गया, उसके बारे में बात करेंगे। നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ച ഭാഗം ഇതാണ്. पिछले हफ्ते हमने इस भाग से बात करा था। യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ചു. हमने परमेश्वर के जीवन के बारे में बात करा। യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു പെർഫെക്റ്റ് ലൈഫായിരുന്നു. यीशु मसीह का जो एक जीवन था वो एक अच्छा जीवन था। പക്ഷെ പിതാവാം ദൈവത്തിന് പുത്രനെ അനേക കഷ്ടങ്ങളിലൂടെ നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. परंतु पिता को अपने बेटे को बहुत सारी परेशानियों में से निकालना था। കഷ്ടങ്ങൾ അനുഭവിച്ച് തികഞ്ഞവനാക്കുന്നത് യുക്തമെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. परेशानियों को जानकर समझ के जो एक इंसान बनता है वो एक बहुत ही महत्वपूर्ण इंसान है। അതുകൊണ്ട് നാം മനസ്സിലാക്കിയായിരുന്നു, കഷ്ടങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്ന പ്രോസസ്സിനെ നമ്മൾ മറികടന്നു പോകുകയല്ല, അതിനെ അതിജീവിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയോ ചെയ്യും. इसलिए हमने ये पढ़ा था जो मुसीबतों को झेल के जो एक इंसान बनता है वो उसका प्रोसेस है परमेश्वर के നാം द्वारा। കഴിഞ്ഞ ആഴ്ച ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, കർത്താവ് നമ്മൾക്ക് അനുഭവിക്കാൻ വെച്ചിട്ടുള്ള കഷ്ടങ്ങളിലെ മാറ്റണമെന്ന് പറയാൻ ആർക്കാണ് അധികാരമുള്ളത്? हमने पिछले हफ्ते ऐसा पूछा था, परमेश्वर ने हमारे लिए जो परेशानियों को हमारे जीवन में डाला है वो हटाने के लिए हम बोलने वाले कौन होते हैं? ഈ യേശുവിന്റെ ജീവിതത്തിലെ കഷ്ടം അനുഭവിക്കുന്നത് ബേത്ലഹേം മുതൽ കാൽവറി വരെയാന്നുള്ള കാര്യം മറന്നു പോരുത്. ബേത്ലഹേം മുതൽ കാൽവറി വരെ. ये हमने जो परमेश्वर के वचन सुना था वो बतलेहम से लेके कालवरी तक था। യേശുവിന്റെ ലൈഫിലെ ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ല, അവന്റെ ജനനമായ ബേത്ലഹേം മുതൽ കാൽവറി വരെയുള്ള കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകണം. वो परेशानी एक या दो दिन की नहीं, वो उन्होंने जब से बेतलेहम में जन्म लिया है और आखिर कालवरी तक। നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ നമ്മൾ എല്ലാവരും ഈ പ്രോസസ്സിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. हमारे जीवन का शुरुआत से लेकर अंत तक हमें इसी प्रोसेस से निकलना है। നമ്മുടെ പ്രോസസ്സിന്റെ അവസാന ഘട്ടത്തിൽ ഒരാൾ നമ്മളെ കാണുമ്പോൾ ഒരുപക്ഷെ വിചാരിച്ചേക്കാം, ഓ ദൈവം ഇദ്ദേഹത്തെ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. हमारे प्रोसेस को कोई देखता है तो एक बंदा बाहर से जो देख रहा है वो बोल सकता है परमेश्वर ने कितनी जल्दी उसको बढ़ा दिया। എന്നാൽ ദൈവം തന്റെ പുരയിൽ പണിയാതെ ആരെയും പുറത്തയക്കുന്നില്ല. परंतु परमेश्वर जब तक एक इंसान को उस काबिल बना नहीं देता परमेश्वर किसी को इस्तेमाल नहीं करता। അതുകൊണ്ട് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്റെ കൂടെ ഇരിപ്പാൻ വേണ്ടിയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നത്. इसलिए परमेश्वर ने अपने शिष्यों को ऐसा बोला कि मैंने तुम्हें अपने साथ एक कुछ बनाने के लिए रखा है। ഈ കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നമ്മളൊരു ഉയർന്ന ലെവലിലേക്ക് വളർന്നു വരാനായിട്ട് പറ്റത്തുള്ളൂ. अगर आप इस परेशानियों में से निकलोगे तभी आप एक अच्छे स्थान पे पहुंचोगे। ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്നറിയോ, ദൈവസഭയിൽ മുഴുവൻ ബേബി സിറ്റിംഗ് ആക്കേണ്ടി വരും. परंतु अगर ऐसा नहीं होता तो पूरी कलीसिया में हमें बेबी सिटिंग शुरू करना पड़ेगा। അതിനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ ദൈവം പല അനുഭവങ്ങളിൽ കൂടെ നമ്മളെ കടത്തിവിട്ടേക്കാം. परमेश्वर ने हमें उसलिए नहीं बुलाया, परमेश्वर हमें बहुत सारी परिस्थितियों में से निकालने वाला परमेश्वर है। ദൈവം നമ്മളെ ഈ സഭയിലാക്കി വെച്ചതിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ വളർന്ന് മറ്റൊരു ലെവലിലേക്ക് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. परमेश्वर ने अगर हमें इस कलीसिया में रखा है तो परमेश्वर का उद्देश्य यह है कि हम बढ़ के और ऊपर बढ़े। അത് ഏത് ലെവലിലേക്കാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അറിയാവോ? वो किस लेवल पे पहुंचाना चाहता है कि आप जानते हैं? വിഷയങ്ങളുടെ നടുവിൽ അതിനെ ഓവർകം ചെയ്യത്തക്ക ഒരു നിലയിലേക്ക് വളർന്നു വരണം. परेशानियों को झेलने लायक परमेश्वर हमें काबिल बनाना चाहते हैं। പലരും പരാജയപ്പെട്ട അതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ജയിക്കാനുള്ള കാരണം നമ്മുടെ ഉള്ളിൽ ഈ ദാഹം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. जहाँ पे बहुत सारे लोगों ने हार मान ली परेशानियों के सामने, वहाँ पे परमेश्वर हमें विजय बनाना चाहता है। ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ തന്ന് ദൈവത്തിന് നമ്മളെ അവിടെ എല്ലാം നിർത്തേണ്ട ആവശ്യമുണ്ട്. परमेश्वर हमारे पे अपनी कृपा को देख के परमेश्वर हमें खड़ा करता है वहाँ पे। അതുകൊണ്ട് ദൈവസഭയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നോടിപ്പോകുകയല്ല, മറിച്ച് എന്റെ ദൈവം എന്നെ നിർത്താൻ സഹായിക്കുന്നവന്റെ കൃപ എനിക്ക് വേണമെന്ന് इसलिए പ്രാർത്ഥിക്കണം. आप अपनी परेशानियों से भागे मत, परमेश्वर का धन्यवाद करेगी, परमेश्वर अपने वहाँ पे खड़ा करा പൗലോസ് है। പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചെലവാകുകയാണ്. पौलुस ऐसा बोलता है, मैं परमेश्वर के लिए खर्च हो रहा हूँ। എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടെങ്കിൽ അത് ചെലവാക്കി തീരുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചെലവാകാനായിട്ട് ആഗ്രഹിക്കുന്നു. जैसे हमारे पास पैसा होता है और वो खर्च हो जाता है, उसी प्रकार पौलुस कहता है मैं परमेश्वर के लिए खर्च हो रहा हूँ। നമ്മൾ എന്ത് കേൾക്കുന്നു എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. हम क्या सुनते हैं वो बहुत जरूरी बात है। ഞാനൊരു വാക്യം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. एक वचन पढ़ेंगे, മർക്കോസിന്റെ സുവിശേഷം मरकोस की किताब 4-ാമത്തെ അധ്യായം 4 अध्याय
23-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. 23 मैं खुद ही पढ़ूंगा. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 23 വായിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്ത വാക്യം പറയുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. यहाँ पे परमेश्वर का वचन कहता है जिसके पास कान है वो सुने और आप क्या सुन रहे हैं वो उसका ध्यान रखें. കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? നിങ്ങൾ എന്തുവാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചോണം. आप क्या सुन रहे हैं उसको गौर दें. അതിന്റെ അർത്ഥം എന്തുവാ? उसका मतलब क्या है? നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചോളണം. आप क्या सुन रहे हैं उस पे गौर डालें. എല്ലാ ദിവസവും നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതിന് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകതയുണ്ട് കേട്ടോ. आप रोज अलग अलग बातें सुन रहे हैं उसमें एक खासियत है. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നത്, നിങ്ങളെ ക്രിസ്തുവിൽ വളരാൻ സഹായിക്കാത്ത ഒരു മെസ്സേജ് ചെറുകഥ പോലെ കേട്ട് സമയം കളയരുത്. अगर आप परमेश्वर के एक वचन को सुन रहे हो जो सिर्फ आपको एक कहानी की तरह लग रहा है तो आप अपना समय व्यर्थ ना करें. നമ്മൾ അത് കേട്ടുകൊണ്ടിരുന്ന നമ്മൾ ആ മായാ ലോകത്തിലേക്ക് മാറ്റപ്പെട്ടു പോയേക്കാം. अगर आप उसको सुनते रहेंगे तो आप उसी दुनिया में खो जाएंगे. ദൈവവചനം ഗൗരവത്തോടെ പറയുന്നു, എന്ത് കേൾക്കുന്നു എന്ന് നമ്മൾ സൂക്ഷിക്കണം. परमेश्वर का वचन कहता है आप क्या सुन रहे हो उस पे गौर फरमाएं. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് ഗൗരവത്തോടെ കേൾക്കണം. आप क्या सुन रहे हो उसको गौर से सुने. മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ रहे हैं? അതുകൊണ്ട് ഓരോ ദിവസവും ഞാനിവിടെ തരുന്ന അല്ലെങ്കിൽ ദൈവഭക്തന്മാർ ഇവിടെ തരുന്ന ദൈവവചനത്തിന് പ്രാധാന്യതയുണ്ട് കേട്ടോ. इसलिए हमेशा जो परमेश्वर के दास यहाँ पे वचन शेयर करते हैं उस पे ध्यान दें. എന്തെങ്കിലും കേട്ടിട്ട് പോവരുത്. आप ऐसे ही कुछ भी सुन के ना जाएं. നിങ്ങളുടെ അകത്തെ മനുഷ്യന് വളർച്ചയ്ക്ക് വേണ്ടത് കേട്ടേച്ചേ പോകാവുള്ളൂ. आप अपने अंदर के मनुष्य को बढ़ने के लिए कुछ ना कुछ प्राप्त करके जाएं. ദൈവത്തിന്റെ സഭയ്ക്കകത്തിൽ വിശ്വാസമില്ലേ? उसके बीच में परमेश्वर की कलीसिया में विश्वास नहीं है क्या? ദൈവസഭയ്ക്കകത്തിൽ ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലേ? परमेश्वर की कलीसिया में परमेश्वर की आत्मा नहीं है क्या? ദൈവത്തിന്റെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കത്തില്ലേ? अन्य भाषाओं में बात नहीं करते क्या? ദൈവസഭയ്ക്കകത്ത് ആരാധനയില്ലേ? परमेश्वर की कलीसिया में आराधना नहीं है क्या? ദൈവസഭയ്ക്കകത്ത് സാക്ഷ്യം പറയത്തില്ലേ? परमेश्वर की कलीसिया में टेस्टमनीज नहीं है क्या? ദൈവസഭയ്ക്കകത്തിൽ പ്രബോധനമില്ലേ? परमेश्वर के वचन से बात नहीं होती है क्या? ദൈവസഭയ്ക്കകത്ത് സങ്കീർത്തനം പറയത്തില്ലേ? कलीसिया में भजन संगीता से बात नहीं करते क्या? ദൈവസഭയ്ക്കകത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കത്തില്ലേ? कलीसिया में एक साथ मिलकर प्रार्थना नहीं कर रहे क्या? ദൈവസഭയ്ക്കകത്ത് ഇരിക്കുമ്പോഴും നിങ്ങളുടെ അകത്തെ മനുഷ്യന് കിട്ടേണ്ട ആഹാരം കൊണ്ടേ നിങ്ങൾ പുറത്തു പോകാവുള്ളൂ. ये सब कुछ कलीसिया में होने के बावजूद आपके मनुष्य को जो चाहिए अंदर के वो लेके ही जाएं. ഇല്ലെങ്കിൽ എന്തോ പറ്റുമെന്ന് അറിയാവോ? अगर ऐसा नहीं होगा तो क्या തല होगा? വളർന്ന് ശരീരത്തിന് വളർച്ചയില്ലാത്തൊരു വ്യക്തിയായിട്ട് മാറും. परंतु आपका सर बड़ा हो जाएगा परंतु आपका शरीर छोटा का छोटा रह जाएगा. ഇതെല്ലാം കൂടെ കേട്ട് തല വളരും, പക്ഷെ ശരീരത്തിന് വളർച്ച ये ഉണ്ടാവില്ല. सब कुछ सुन के हमारा सर तो बड़ा हो गया परंतु शरीर बड़ा नहीं ദൈവം हुआ. നമ്മളെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ക്രിസ്തു എന്ന ശരീരത്തോട് അല്ലെങ്കിൽ തലയോടൊപ്പം വളരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. पिछले हफ्ते परमेश्वर के द्वारा हमने ऐसा सुना था कि परमेश्वर के साथ बड़े, सर के साथ बड़े, शरीर के साथ. പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, हम बहुत बार हम हार जाते हैं. उसका कारण ये है നമ്മൾ പലപ്പോഴും യഥാർത്ഥ വ്യക്തിയെ കണ്ടുപിടിച്ചല്ല യുദ്ധം ചെയ്യുന്നത്. हम अक्सर एक जिससे लड़ना है उससे नहीं लड़ते हैं. നമ്മൾ യഥാർത്ഥത്തിൽ ഏത് വിഷയത്തോടാണോ യുദ്ധം ചെയ്യേണ്ടത് അതിനെ മറന്നു പോകുന്നു. हमें जिससे हमारा युद्ध है उसके बारे में हम भूल जाते हैं. നമ്മൾ ഇവിടെ കണ്ടു, ദൈവം നമ്മളെ യുദ്ധത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടത്തിവിടുന്നു. हम यहाँ पे देखते हैं परमेश्वर हमें उस कठिनाई से हमें गुजार रहा है. ദൈവം നമ്മളെ ആ പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മളെ കടത്തിവിടുകയാണ്. हमें उस मुश्किल से परमेश्वर निकाल रहा है. ദൈവം നമുക്ക് വെച്ചിട്ടുള്ള ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. परमेश्वर ने हमारे लिए जो कोर्स रखा है उसको हमें पूरा करना जरूरी ഡോക്ടർ है. ഒരു പേഷ്യന്റിനോട് പറയുന്നുണ്ട്, ആന്റിബയോട്ടിക്സിന്റെ ഒരു കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾ ഇഷ്ടമുള്ളവർ എടുക്കാൻ പറ്റത്തില്ല, കറക്റ്റ് സമയത്ത് തന്നെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. जैसे डॉक्टर अपने पेशेंट को बोलता है कि इतनी दवाई आपको खाना ही है, उसके बिना आप पूरा नहीं होगा. പ്രിയരെ, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ വെച്ചിട്ടുള്ള കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് മാത്രമേ സാധ്യമാകത്തുള്ളൂ. इसलिए प्रियजनों, परमेश्वर ने आपके जीवन में जो कोर्स दिया उसको पूरा करना बहुत जरूरी है. ദൈവം വേദപുസ്തകത്തിൽ വിളിച്ച ഒത്തിരി വ്യക്തികളെ കുറിച്ച് അറിയാം. परमेश्वर ने परमेश्वर के दासों को बदलाया हुआ परमेश्वर के वचन में लिखा है. യേശുവിന്റെ ലൈഫിനോട് ചേർന്ന് ഒന്ന് രണ്ട് പേരെന്ന് പറഞ്ഞോട്ടെ. परमेश्वर के जीवन के साथ जुड़े हुए कुछ लोग के बारे में बताऊंगा. ബെന്യാമീൻ ഗോത്രത്തിനകത്തിൽ നിന്ന് കർത്താവ് ദൈവം ശൗലിനെ വിളിച്ചു വരുത്തി. बन्यामीन गोत्र में से परमेश्वर ने शाऊल को बुलाया. ശൗലിന് വേണ്ടി ചീട്ടിടുന്ന സമയത്ത് शाऊल के लिए जब वो पर्ची डाली गई അവന്റെ പേര് അവന് വീഴുകയാണ്. और उनका नाम निकलता है उसमें. അവന്റെ പേര് വീഴുന്ന സമയത്ത് അവനെ എല്ലാവരും അന്വേഷിക്കുന്നു, അങ്ങനെ ഒരാളുണ്ടോ എന്ന്. जब उनका नाम आया तो सब लोग उन्हें ढूंढ रहे थे. എല്ലാവരും അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. सब लोग उनको ढूंढ रहे थे. അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എവിടെയാണെന്നറിയാവോ? അവൻ പോയി സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്.
ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. जब उनको ढूंढा तो वो छुपा हुआ था सामानों के बीच में. എന്തിനാ അവൻ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? वो क्यों छुपे हुए थे? എനിക്ക് എന്നിൽ തന്നെ പ്രാപ്തിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ്. वो अपने आप में ये समझ गया था कि मेरे अंदर इतनी क्षमता नहीं है. അയ്യോ, സത്യത്തിൽ അത് വലിയൊരു കഴിവാണ് കേട്ടോ. वो बहुत ही बड़ी बात है. എനിക്ക് എന്നിൽ തന്നെ കഴിയത്തില്ലെന്ന് മനസ്സിലായാലേ നാം ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. अगर आप पहचान पा रहे कि मेरी बस की नहीं है, मेरे अंदर वो क्षमता नहीं है, तभी आप परमेश्वर से प्रार्थना कर पाओगे. ഒളിച്ചിരിക്കുന്നവനെ ദൈവം പുറത്തു കൊണ്ടുവന്നു. जो परमेश्वर के सामने छुप गया था, परमेश्वर उसको बाहर निकाला. അങ്ങനെ ദൈവം അവനെ രാജാവാക്കി മാറ്റി. और परमेश्वर ने उसको राजा बनाया. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരേണ്ടതിന്, परमेश्वर के साथ जो संबंध था उसको बढ़ाने के लिए പതുക്കെ രാജഭരണത്തിന്റെ എല്ലാ കാര്യവും ഏറ്റെടുക്കാൻ തുടങ്ങി. धीरे धीरे राज्य में सब कुछ उसने उठा लिया. നമ്മൾ 1 ശമൂവേൽ 16 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ വായിക്കുകയാണ്. 1 शमूएल 16 अध्याय का 7वें वचन में हम पढ़ते हैं. യഹോവയെ ഹൃദയത്തെ നോക്കുന്നു എന്നൊരു വാക്യം നമ്മൾ അവിടെ കാണുന്നു. परमेश्वर हृदय को देखता है. 7 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് യഹോവ ഹൃദയത്തെ നോക്കുന്നു. और 7 के लास्ट में हम ऐसा देखते हैं कि परमेश्वर दिलों को देखता है. എന്തോ യഹോവ ഹൃദയത്തെ നോക്കുന്നു പറഞ്ഞാൽ അതിലെ അർത്ഥം എന്താ? इसका मतलब क्या है? ഇവിടെ വ്യക്തികൾ പലരുടെയും ഉയരവും പൊക്കവും സൗന്ദര്യവും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുകയാണ് യഹോവ ഹൃദയത്തെ നോക്കുന്നു. यहाँ पे इस संसार में जब लोग दूसरों के लंबाई को या मोटापे को देखते हैं, तो यहाँ पे परमेश्वर का वचन कहता है परमेश्वर आपके दिलों को देखता है. ദൈവം ഹൃദയത്തെ നോക്കുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. परमेश्वर दिलों को देखता है. എന്തിനാ നമ്മളെ കഷ്ടാനുഭവങ്ങളിൽ കൂടെ കടത്തിവിടുന്നത്? परमेश्वर ने हमें मुसीबतों से क्यों निकाला? ഇനിയും താഴ്മ ധരിക്കാൻ വേണ്ടി, और ज्यादा हम्बल होने के लिए, ഇനിയും കോപത്തെ ജയിക്കാൻ വേണ്ടി, और अपने गुस्से से बाहर निकलने के लिए, ഇനിയും ക്രോധത്തെയും വഴിവിട്ട് നടക്കുന്ന ജീവിതത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാൻ വേണ്ടി, हम उन सभी चीजों से उद्धार पाने के लिए ഇങ്ങനെ നല്ല ഹൃദയമുള്ള ദാവീദിനെ തെരഞ്ഞെടുക്കാനിടയായി തീർന്നു. एक अच्छे हृदय वाले दाऊद को परमेश्वर ने चुना. ആ കാലഘട്ടത്തിലാണ് നമ്മൾ അറിയുന്നു ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത സമയത്ത് ശൗലുമായുള്ള ബന്ധത്തിൽ ദാവീദായിരിക്കുക. उस समय जब परमेश्वर दाऊद को चुन रहे थे, तो हम जानते हैं साउल भी उसमें था. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, शमूएल की किताब में हम ऐसा पढ़ते हैं. 17 അധ്യായത്തിന്റെ ആരംഭത്തിൽ വായിക്കുകയാണ്, 17 के पहले वाक्य में पढ़ते हैं, ഫെലിസ്ത്യ സൈന്യവുമായിട്ട് ആ സമയത്ത് ഒരു യുദ്ധം ഉണ്ടാകാൻ പോവാ. फिलिस्तियों के साथ एक युद्ध होता है वहां पे. ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയമാ. फिलिस्तियों के साथ एक युद्ध होता है वहां पे. അപ്പൊ ഈ ഫെലിസ്ത്യരുടെ യുദ്ധത്തെ ജയിക്കേണ്ടത് എങ്ങനെയാന്ന് യാതൊരു ഐഡിയ ശൗലിനില്ലായിരിക്കും. और उस युद्ध में कैसे जीतना है साउल को कोई आइडिया नहीं. ഫെലിസ്ത്യരിലെ മല്ലന്മാർ അവനെ വെല്ലുവിളിച്ചോണ്ടിരിക്കുക. फिलिस्तीय के बहुत ही അവരെ എന്ത് ചെയ്യുന്നു? ചലഞ്ച് ചെയ്യുന്നു. हाँ, उनको चुनौतियां दी. അപ്പൊ ഫെലിസ്ത്യയിലെ ഓരോ വ്യക്തികൾ അവരെ ചലഞ്ച് ചെയ്തോണ്ടിരിക്കുക. वो एक लोगों को वो चुनौतियां दे जा रहे थे. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. क्या करना है नहीं पता. ഇതിനു മുമ്പ് നമ്മൾ വേറൊരു ഭാഗത്ത് ശമൂവേലിന്റെ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. इसके आगे हमने एक और वचन शमूएल की किताब से पढ़ा है. പ്രത്യേകത ഉണ്ടായിരുന്നു. शमूएल की एक खासियत थी. ശൗലിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. साउल की एक खासियत थी. ശൗലിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? साउल की खासियत क्या थी? നല്ല മല്ലന്മാരെ കണ്ടാൽ, वो जब एक अच्छे लड़ने वाले इंसान को देखता നല്ല है, യുദ്ധത്തിന് കൊള്ളാവുന്നവരെ കണ്ട, एक अच्छे युद्ध में लड़ने वाले सिपाही को देखता है, तो ടീമിൽ അങ്ങ് പിടിച്ച് ചേർക്കും. वो अपने साथ उनको जोड़ लेता था. കേൾക്കുന്നോ? क्या आप सुन रहे हैं? നല്ലതാന്ന് കണ്ട, अगर वो देखता है कि ये मनुष्य अच्छा है, ഇവനെ പ്രയോജനപ്പെടുമെന്ന് കണ്ട, वो काम का इंसान है, ഒരു യുദ്ധത്തിന് കൊണ്ടുപോയാൽ കൊള്ളാന്ന് കണ്ടാൽ उसको युद्ध में ले जाए तो वो जीतेगा सोचेंगे, तो അവന്റെ ടീമിൽ അങ്ങ് പിടിച്ചാക്കുക. वो अपनी टीम में उसको जोड़ लेता था. ഇങ്ങനൊക്കെ ചെയ്തിട്ടും യുദ്ധം വന്നപ്പോ എന്ത് ചെയ്യണോന്ന് അറിയാതായി പോയി. ये सब करने के बावजूद जब एक युद्ध आया तो साउल ऐसे रह गया. ഞാൻ പറഞ്ഞതിനകത്തിലെ അർത്ഥം എന്തോന്ന് മനസ്സിലാവുന്നുണ്ടോ? क्या आप समझ पा रहे हैं मैं क्या बोल रहा हूँ? എല്ലാം കൂടുള്ളപ്പോൾ ചില സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അനുഭവത്തിൽ നീ ആയേക്കാം. सब कुछ साथ होने के बावजूद आप ऐसे समय पे पहुंचोगे जब आप डिसाइड नहीं कर पाओगे. ബലമുണ്ടായിരിക്കാം, പണമുണ്ടായിരിക്കാം, മല്ലന്മാരുണ്ടായിരിക്കാം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലിരിക്കുക. सामर्थ होगा, बल होगा, शक्ति होगी आपके पास, लड़ने के लिए लोग होंगे, परंतु आप ऐसी सिचुएशन में होंगे कि आपको पता नहीं क्या करना ഇവിടെ है. ഗോലിയാത്തിന്റെ ഉയരവും നീളവും പൊക്കവും എല്ലാം കണ്ട് ശൗൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക. यहाँ पे गोलियात की लंबाई को देख के साउल पूरा तीर्थ हो गया है. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുക. उसको नहीं पता करना क्या है अब आगे. അതിന്റെ നടുവിൽ മുമ്പേ നമ്മൾ പറഞ്ഞത്, ഹൃദയത്തെ തൂക്കി നോക്കിയപ്പോൾ
കൊള്ളാമെന്ന് കണ്ട ദാവീദ് അവിടെ കയറി വരികയാണ്. उस समय हृदयों को देखने वाले परमेश्वर ने एक दावीद को भेजा. അവന്റെ സഹോദരന്മാർ അവനോട് ചോദിക്കുന്ന ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. उनके भाइयों ने 2-3 बातें उनसे पूछी. നീ എന്തിനാ ഇവിടെ വന്നേ? तू यहाँ पे क्यों आया है? നീ എന്തിനാ ഇവിടെ വന്നേ? तू यहाँ पे क्यों आया है? ഇന്ന് പലരും നിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യം ഇത്, എന്തിനാ നീ ഈ പട്ടണം തിരഞ്ഞെടുത്തേ? इस समय बहुत सारे लोग आपको देख के ऐसा बोलेंगे कि तू इस शहर में क्यों आया എന്തിനാ है? നീ ഈ ചർച്ച് തന്നെ നീ തിരഞ്ഞെടുത്തേ? तू इस कलीसिया में क्यों आया നീ है? എന്തിനാ ഇവിടം തന്നെ തിരഞ്ഞെടുത്തേ? तूने सिर्फ ये जगह ही क्यों चुनी? നിനക്ക് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് तेरे ഉണ്ടായിരുന്നു? पास कितने सारे ऑप्शंस थे, ഇതെല്ലാം ഉള്ളപ്പോ നീ എന്തിനാ तो തിരഞ്ഞെടുത്തിരിക്കുന്നത്? फिर यहाँ पे क्यों आया അയ്യോ, है? നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല ഈ യുദ്ധം. ये तेरे बस की बात नहीं है, നിന്നെ കൊണ്ട് പറ്റത്തില്ല. ये तुझसे नहीं होगा, ഈ മല്ലനെ നിനക്ക് ജയിക്കാൻ സാധ്യമല്ല. तू इससे जीत नहीं ഈ पाएगा, ഫെലിസ്ത്യരെ നിനക്ക് ജയിക്കാൻ तू സാധ്യമല്ല. फिलिस्तियों से जीत नहीं पाएगा. ദേ, ഈ ചോദ്യം പതുക്കെ പതുക്കെ ശൗലിന്റെ ചെവിയിലെത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. और ये बात धीरे धीरे साउल के कानों तक पहुंची. ദൈവത്തിന്റെ പ്രത്യേകത എന്തോന്നറിയാവോ? परमेश्वर की खासियत ये നിന്നെ है, എത്ര ഒതുക്കി വെച്ചാലും നിന്റെ ശബ്ദം എത്തേണ്ട വ്യക്തികളുടെ മുമ്പിൽ എത്തിക്കുന്നവനാണ് എന്റെ ദൈവം. परमेश्वर आपको, लोग आपको कितना भी धकेले, परमेश्वर के द्वारा आपकी आवाज നീ वहां तक पहुंचेगी. എന്തിനു വന്നെന്നും ആരാന്നും ഏതാന്നും തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. आप कौन है और क्यों है साबित करने वाला परमेश्वर है एक दिन. എന്റെ വാക്കി പറഞ്ഞാൽ മല്ലൻ എഴുന്നേറ്റത് ദാവീദ് നിന്നെ ഒന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. मैं बोलूं तो दाऊद, गोलियात को वहां पे खड़ा करा, दाऊद को खड़ा करने के ഇന്ന് लिए. പകൽ ഈ വിഷയത്തെ നോക്കി നീ പറ, ഈ വിഷയമാണ് എന്നെ പുറത്തു കൊണ്ടുവന്ന വിഷയം. आज अपने विषयों को देख के, अपने परेशानियों को देख के आपको बोले इसके कारण मैं बाहर आया हूं. ഇന്ന് നീ നോക്കിയിട്ട് പറ, ഈ മല്ലനും ഫെലിസ്ത്യനും കാരണമാ എനിക്ക് പുറത്തു വരാനായിട്ട് इस ദൈവം फिलिस्तियों के ഇടയാക്കിയത്. कारण मैं इस गलती से बाहर आया हूं. അതുകൊണ്ട് ഇന്ന് ഒതുങ്ങിയിരിക്കുന്നത് വിചാരിക്കുന്നെങ്കിൽ, എന്തിനു വന്നെന്ന് വിചാരിക്കുന്നെങ്കിൽ, പട്ടണം തെറ്റായെന്ന് വിചാരിക്കുന്നെങ്കിൽ, ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവത്തിന് പൈതലെ തെറ്റുപറ്റത്തില്ല. अगर आपको लगता है कि आप यहाँ पे गलत हैं, आप कलीसिया में गलत आए, तो मेरे प्रियजनों मैं बताना चाहता हूँ, आपसे कोई गलती नहीं हुई. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. परमेश्वर से कोई गलती नहीं होती. ജീവിതത്തിൽ തെറ്റുകൂടാത്ത ഡിസിഷൻ എടുക്കണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം. अगर आपको अपने जीवन में ऐसा कोई डिसीजन लेना जिसमें गलती नहीं है, तो आपका परमेश्वर के साथ जुड़े होना जरूरी നമ്മൾ അവിടെ है. കാണുന്നത് എങ്ങനെയാണ്? പതുക്കെ 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 ഈ വാക്ക് ശൗലിന്റെ ചെവിയിൽ എത്തിച്ചേരാനിടയായി. हम यहाँ पे देखते हैं धीरे धीरे साउल के कानों तक ये बात पहुंचती है. പതുക്കെ പതുക്കെ ശൗലിന്റെ ചെവിയിൽ ഈ വാക്ക് എത്തുകയാണ്. धीरे धीरे साउल के कानों तक ये बात पहुंचती है. ശൗൽ അവനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. साउल उनसे ऐसा बोलते हैं, നീ ബാലനാണ്, तू एक बच्चा है, നിനക്ക് പ്രാപ്തിയില്ല, तू इसके काबिल नहीं, നിനക്ക് എങ്ങനെ യുദ്ധത്തെ അതിജീവിക്കാനായിട്ട് तू इस പറ്റും? युद्ध में कैसे जीतेगा. അപ്പൊ ദാവീദ് ഒന്ന് രണ്ട് ടെസ്റ്റ് പണി പറയുന്നുണ്ട്. तो दाऊद अपनी कुछ गवाहियों को बताता है. ദാവീദ് എന്തോ പറയുന്നതെന്ന് അറിയാവോ? दाऊद क्या बोलता है आप जानते ഒരിക്കൽ हैं? ഒരു സിംഹത്തെയും മറ്റൊരിക്കൽ ഒരു കരടിയെയും വലിച്ചു കീറിക്കളയാനായിട്ട് ദൈവം എന്നെ കൊണ്ട് സഹായിച്ചു. एक बार एक शेर को और एक बार एक भेड़िए को फाड़ने का परमेश्वर ने मुझे योग दिया है. ആ ദൈവം എന്നെ ഈ യുദ്ധവും കൂടെ ജയിപ്പിക്കാൻ സഹായിക്കും. वही परमेश्वर इस युद्ध में भी मुझे जीतने का मौका ഞാൻ देगा. അതിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചോട്ടെ. मैं आपको समझाना चाहता हूँ, ഒരു വലിയ സൈന്യത്തിന്റെ മുമ്പിൽ നീ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ एक बहुत बड़ी सेना के सामने अगर आप एक परेशानी के साथ നിന്റെ हैं, വായ് കൊണ്ട് നീ തുറന്നു പറയണം, आप अपने मुंह को खोल के बोले, ദേ എന്നെ ഇന്ന ഇന്ന വിഷയത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം ഈ വിഷയത്തിന്റെ മുകളിൽ എനിക്ക് ജയം തരും. मुझे इस विषयों से बाहर निकालने वाला परमेश्वर इस विषय के ऊपर അത് भी मुझे നിന്റെ विजेता करेगा. മാതാപിതാക്കളുടെ വിഷയമായിരിക്കാം ഒരു പക്ഷേ, वो शायद माता पिता का അത് विषय നിന്റെ होगा, സഹോദരന്റെ വിഷയമായിരിക്കും वो ഒരു പക്ഷേ, शायद तुम्हारे भाइयों बहनों അത് का നിന്റെ विषय होगा, ലൈഫ് എന്നും തീരുമെന്ന് വിചാരിച്ച वो വിഷയമായിരിക്കാം, मेरा जीवन कब खत्म അത് होगा നിന്റെ उसका विषय തലമുറയുടെ होगा, वो വിഷയമായിരിക്കാം, शायद आपकी जनरेशन का അത് विषय നിന്റെ होगा, ദൈവസഭയുടെ ചെറിയ वो शायद വിഷയമായിരിക്കാം. आपकी कलीसिया का विषय ഈ होगा. വിഷയത്തിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവന്ന ദൈവം എന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മതിയായ ദൈവമാണ്. इस विषयों में से बाहर निकालने वाला परमेश्वर आपके उस विषय में से भी बाहर निकालेगा. ദേ, ഈ വിഷയത്തിൽ നിന്ന് അവൻ എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. परमेश्वर इस विषयों में से बाहर निकालने वाला परमेश्वर है. ഈ സാക്ഷ്യമാണ് ശൗലിന്റെ മുമ്പിൽ പറയുന്നത്. ये गवाही वो साउल के सामने बोलता ഈ है. സാക്ഷ്യം കേട്ടപ്പോഴത്തേക്ക് ശൗല് പറയുകയാ, ये सुनने के बाद शाऊल ऐसा बोलता है, അങ്ങനാണെങ്കിൽ നീ എന്റെ കിരീടവും എന്റെ വസ്ത്രവും നീ അണിയുക. ऐसा है तो तू मेरे मुकुट को और मेरे कपड़ों को पहन ले. ദാവീദ് ഇതെല്ലാം ഒന്ന് പരിശ്രമിച്ചു നോക്കി ചെയ്യാൻ വേണ്ടി. और दाऊद ने सब करने की कोशिश करी. അവിടെ എഴുതിയിരിക്കുന്ന എന്തോന്നറിയാവോ? वहां पे ऐसा लिखा है, തനിക്ക് ശീലമില്ലാത്തത് കൊണ്ട് അത് പറ്റിയില്ല. उनको उस चीज की आदत नहीं है तो उनसे नहीं हो पाया. പ്രിയരെ, നമ്മുടെ പല ശീലങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. हमारी कुछ आदतें हमसे निकल गई हैं.
അതിന് പകരം ചില കിരീടങ്ങൾ വെക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. उसकी जगह हम कुछ मुकुटों को रखने की कोशिश कर रहे ചില हैं, ഉടുപ്പണിയാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. उसकी जगह कुछ कपड़ों को पहनने की कोशिश कर रहे ഒരു हैं। കാര്യം തിരിച്ചറിയുക, आप एक चीज को जाने, കിരീടം താഴെ വെക്കേണ്ടതിന് പകരം കിരീടം ധരിക്കാൻ ശ്രമിച്ച ശൗലിന് അത് കഴിയാതിരുന്നപ്പോൾ जो मुकुट नीचे रखना था वो दूसरों को पहनाने समय उससे नहीं हो पाया, तो ഹൃദയം കൊള്ളാവുന്ന മുട്ടുമടക്കിയ ദാവീദിനെ ദൈവം ചൂസ് ചെയ്യുകയാണ്. उस अच्छे हृदय वाले दाऊद को परमेश्वर ने तैयार करा। എന്റെ ചോദ്യം, മുട്ടുമടങ്ങിയിട്ടും ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഇന്ന് പകലിൽ മുട്ടുമടക്കുന്നത് നിർത്തിയിട്ട് ആദ്യം ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. घुटनों को टेक के अगर आप अपने दिलों को परमेश्वर के साथ नहीं जोड़ सकते, तो मैं आज बोलूंगा आप अपने हृदय को परमेश्वर के सामने दे, घुटनों से ज्यादा। ഈ വാക്കുമായിട്ട് ദാവീദ് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. इस बात को बोल के फिलिस्तियों से दाऊद लड़ने जाता है। എന്തിനാ അവനെ കഷ്ടങ്ങളിൽ കൂടെ ദൈവം കടത്തിവിട്ടെ? उसको परेशानियों में से क्यों निकाला? എന്തിന് കഷ്ടാനുഭവങ്ങളിൽ കൂടെ അവനെ കടത്തിവിട്ടു? उसको परेशानी के समय से क्यों निकाला? അവനെ ഒരു തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. क्योंकि उसको एक काबिल इंसान बनाना ഇവിടെ था। ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ദാവീദ് പോവുകയാണ്. यहाँ पे दाऊद फिलिस्तियों से लड़ने जाता है। നമ്മൾ കാണുന്നുണ്ട് ദാവീദ് തന്റെ ചവണയിൽ കല്ല് വെച്ച് അവരുടെ മല്ലനെ കീഴ്പ്പെടുത്തുകയാണ്. हम देखते हैं वहां पे दाऊद एक पत्थर से उस गौलियत को गिराता है। ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയാമോ? मैंने ये क्यों बोला है? ഇവിടെ കല്ലെടുത്ത് വെച്ച് കറക്റ്റ് ആയിട്ട് ഗോലിയാത്തിന്റെ നെറുകയിൽ കൊള്ളിച്ച് വീഴ്ത്തിയത് പറയാൻ വേണ്ടിയല്ല. मैं उस पत्थर से गोलियात के सर पे मारा ये बताने के लिए नहीं बोल रहा हूँ, ഒരു മല്ലനെ വീഴ്ത്തിച്ചു കളഞ്ഞ വീര കഥ പറയാൻ വേണ്ടിയല്ല. या उस गोलियात को गिराने वाली एक वीरता की कहानी सुनाने के लिए नहीं बता അത് रहा हूँ, പറഞ്ഞ് ഇവിടെ പുകഴാൻ വേണ്ടിയല്ല. और ये बता के उस गोलियात को बढ़ावा देने के लिए नहीं कर रहा हूँ। അനുഭവങ്ങളിൽ കൂടെ ദൈവം കൊണ്ടുപോകുന്നത് എന്തിനാന്ന് പറയാൻ വേണ്ടിയാണ്. परमेश्वर हमें मुश्किलों से क्यों निकालता है उसका अर्थ बता रहा हूँ। കറക്റ്റ് ആയിട്ട് सही तरीके से उस पत्थर के द्वारा उसको मार गिराया गया है। അങ്ങനെ മല്ലൻ വീണപ്പോഴത്തേക്ക് और जब वो गिरा, നമ്മൾ വചനത്തിൽ വായിക്കുന്ന എന്താണെന്നറിയാവോ? हम वचन में ऐसा पढ़ते हैं, മല്ലൻ വീണു എന്ന് കേട്ടപ്പോൾ, और जब वो गिरा ऐसा सुनाई दिया तो, അല്ലെങ്കിൽ മല്ലൻ വീട് കഴിഞ്ഞവനെ വാൾ കൊണ്ട് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ, और वो युद्ध करने वाले इंसान को जब काटा गया ऐसा सुना तो, ഫെലിസ്ത്യർ മുഴുവൻ ഓടിപ്പോവാനായിട്ട് ഇടയായി वो തീർന്നു. सारे फिलिस्ती के लोग भाग गए। ഓ പ്രിയരെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കണേ. मेरे प्रियजनों, आप मेरी बात को समझने की कोशिश करें। പറഞ്ഞതിനകത്തിലെ ആശയം ഇത്രയേ ഉള്ളൂ. मैं बस यही बताना चाहता हूँ, നമ്മൾക്കെതിരെ ഉള്ള മല്ലനെ തിരിച്ചറിയുക. हम हमारे विरोध में जो है उसके बारे में जाने। അത് പക്ഷേ കോപമായിരിക്കാം, वो शायद एक गुस्सा होगा, അത് കോപമായിരിക്കാം, वो शायद एक गुस्सा होगा, അത് ഒരുപക്ഷേ കപടതയായിരിക്കാം. वो शायद एक धोखा होगा। മല്ലനെ കീഴ്പ്പെടുത്തിയാൽ ആ ഫെലിസ്ത്യർ മുഴുവൻ മാറിപ്പോകും. अगर आप अपने विरोधी को नीचे करें तो पूरी फिलिस्तीन की सेना भाग जाएगी। ഒരിക്കൽ വേണേ അവർക്ക് ചെറിയ ചെറിയ ആയിട്ടുള്ള വ്യക്തികളോട് യുദ്ധം ചെയ്യാമായിരുന്നു. वो शायद छोटे छोटे लोगों के साथ युद्ध कर सकते थे। പലരെയും കീഴടത്തി അവരുടെ ആ ഒരു ബലം ക്ഷയിപ്പിച്ചിട്ട് മല്ലന് നേരെ യുദ്ധം ചെയ്യാമായിരുന്നു. वो शायद एक एक करके हरा के उनको थका के युद्ध कर सकते थे। പക്ഷേ നമ്മുടെ യുദ്ധം കറക്റ്റ് ആയിരിക്കണം. परंतु हमारा जो युद्ध है वो करेक्ट होना चाहिए। നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഗോലിയാത്തിനെ പോലത്തെ ചില മല്ലന്മാർ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. हमारे जीवन में भी गोलियात की तरह बहुत सारे लोग खड़े हैं। അത് ആർക്കും കീഴ്പ്പെട്ടു കൊടുക്കാത്ത സ്വഭാവമായിരിക്കാം. वो शायद एक ऐसा व्यवहार होगा जो किसी के सामने झुकता नहीं। അത് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല വീണ്ടും അതേ അനുഭവത്തിൽ പോകുന്ന ജീവിത वो രഹസ്യമായിരിക്കാം. शायद बचाया गया हूं उसके बोलने के बावजूद दोबारा उसमें पाप में जाने वाला एक मनुष्य होगा। സഹോദരനായിട്ട് സഹോദരിയായിട്ട് കാണാൻ പറ്റാത്ത ദുഷ്ടഹൃദയമായിരിക്കാം. शायद भाई को भाई की तरह, बहन को बहन की तरह ना देख पाने वाला नजरिया होगा। നീ ആ ഗോലിയാത്തിനെ കീഴടക്കി കളഞ്ഞാൽ ഈ ഫെലിസ്ത്യർ മുഴുവൻ വിട്ട് ഓടിപ്പോയിക്കോളും. परंतु अगर आप उस गोलियात को हरा देते हैं तो सारी फिलिस्तीन की सेना भाग जाएगी। പ്രിയരേ, അർത്ഥം ഇത്രയേ ഉള്ളൂ കേട്ടോ. मेरे बोलने का अर्थ सिर्फ इतना है, നമ്മൾ കണ്ടെത്തുക നമ്മുടെ ജീവിതത്തിലെ മല്ലനായിട്ട് നിൽക്കുന്ന ഏതാണെന്ന്. हमारा ये जानना जरूरी है कि हमारे जीवन में गोलियात कौन है। നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ തിരിച്ചറിയുക. हमारे जीवन का विषय क्या है वो जाने। നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തെ നമ്മൾ തിരിച്ചറിയുക. हमारे जीवन का विषय जाने। നമ്മൾ ഏത് മല്ലനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നോ അതിന്റെ മേലാണ് നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യം. हमारे जीवन की परेशानी कौन है, अगर हम उसको सही से ढूंढ पाते हैं तो हम जीत पाएंगे। മല്ലൻ വീഴാതെ ആരെല്ലാം വീണാലും ഫെലിസ്ത്യർ ജയിക്കത്തില്ല. जब तक वो विरोधी गिरेगा नहीं तब तक फिलिस्तीन वही रहेगी। ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. मैं खत्म करने जा रहा हूँ। നമ്മുടെ യഥാർത്ഥ വിഷയത്തെ കണ്ടുപിടിക്കാതെ അത് കറക്റ്റ് ചെയ്യാതെ നിന്റെ ഫാസ്റ്റിംഗിന്റെ മേൽ ആത്മാവ് ഇറങ്ങത്തില്ല. हमारी जो रियल प्रॉब्लम है उसको फाइंड आउट करे बिना हमारी परेशानी और हमारी फास्टिंग या कुछ नहीं है। വിഷയത്തെ ആരും കാണാതെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങത്തില്ല കേട്ടോ. अगर आप अपनी परेशानी को छुपा के रखेंगे तो वहां पे परिशुद्धात्मा नहीं उतर ഈ पाएगी। പകലിൽ ചിലരോട് ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, इस समय कुछ लोगों को मैं ऐसे बताता हूँ, ഈ മല്ലനെ തിരിച്ചറിയുക.
आप अपने विरोधी को जाने, മല്ലനെ തിരിച്ചറിയുക, आप अपने विरोधी को जाने, ആത്മാവിൽ അവന്റെ നേരെ ചെല്ലുക. आत्मा के साथ उसके पास നീ जाएं। അതിനെ കീഴടക്കുന്നതോടെ ഈ മുഴു സൈന്യത്തിന്റെ മേലെ നിനക്ക് ജയം തരാൻ आप പോകുകയാണ്. जैसे ही अपने विरोधी के सामने खड़े होते हैं तो वो पूरी सेना भाग നമ്മുടെ जाएगी। ലക്ഷ്യത്തിൽ നമ്മൾ മാറിപ്പോരുത് കേട്ടോ. आप अपने लक्ष्य से ना भटके, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ आप अपने മാറിപ്പോകരുത്. लक्ष्य से ना भटके। മല്ലൻ കീഴടങ്ങുന്നതോടെ ഫെലിസ്തർ നിനക്ക് കീഴപ്പെടുകയാണ്. जैसे ही आपका विरोधी गिर जाएगा और हार मान लेगा, वैसे ही आपकी सेना भी हार मान ദൈവം लेगी। എന്തിനാ നമ്മളെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടുന്നേ? परमेश्वर हमें गलत चीजों से, मुसीबतों से क्यों निकालता ദൈവം है? നമ്മളെ യുദ്ധത്തിൽ പ്രാപ്തരാക്കാൻ വേണ്ടി. क्योंकि परमेश्वर हमें उस युद्ध के लिए तैयार कर रहा ഏത് है। യുദ്ധത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടി? कौन से युद्ध के लिए? ദേ പാപത്തിനെതിരെ, इस पाप के सामने, നിഗളത്തിനെതിരെ, इस गलत चीजों के सामने, ശരീരത്തിൽ നിന്നെ ആത്മാവിൽ നടക്കുന്നതിനെതിരായി ഉയരുന്ന എല്ലാ വിഷയത്തിന്റെ മേലുമാണ് ദൈവം നിന്നെ जो പ്രാപ്തരാക്കുന്നത്. शारीरिक रीति से जितने भी चीजें आपके सामने खड़ी रही उनके सामने जीतने के എല്ലാ लिए। കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ अब അടയട്ടെ. सभी लोग अपनी आंखों को बंद करें। ഹല്ലേലൂയ.